എല്ലാ കാലത്തും കോൺഗ്രസിന് കേൾക്കുന്ന ഒരു അപകീർത്തിയാണ് കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്ന്, മറ്റു നേതാക്കന്മാരെ വളർത്താൻ അനുവദിക്കാത്ത പാർട്ടിയാണെന്നും, ഒരു കുടുംബത്തിലെ എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവുകയും MLA യും MP ഒക്കെ ആകുന്നത് സ്ഥിരമാണെന്നുമാണ് പറയാറുള്ളത്. അച്ഛൻ മരിച്ചാൽ മകൻ സ്ഥാനാർത്ഥിയായിട്ട് MLA യോ MP ആകുന്ന കാഴ്ച കോൺഗ്രസിൽ സ്ഥിരമായിരുന്നു. എന്നാൽ ആ ലൈനൊന്നും ഇനി വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ രീതി. കോൺഗ്രസ് ഒരു കുടുംബവാഴ്ച പാർട്ടിയല്ല എന്ന ഉറച്ച നിലപാടെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെയൊരു ഉറച്ച നിലപാടെടുക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്ന ചെങ്ങന്നൂരും. രണ്ട്, കുടുംബവാഴ്ചയെ കുറ്റം പറഞ്ഞു നടന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുന്ന തളിപ്പറമ്പും. കുടുംബത്തിലെ ആളുകളെ മത്സരിപ്പിക്കുന്നതോടൊക്കെ നോ പറഞ്ഞിരിക്കുന്ന പാർട്ടിയാണിപ്പോൾ കുടുംബക്കാരെയൊക്കെ മത്സരിപ്പിക്കുക എന്നത് ചിരിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചാണ്ടി ഉമ്മന്റെ ഒറ്റ തീരുമാനം ഏറെ ശ്രദ്ധ നേടുകയാണ്. തന്റെ സഹോദരിക്ക് സീറ്റ് കൊടുത്താൽ താൻ രാജിവെക്കുമെന്ന്. ഒരു കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി മാത്രം മതി എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. സഹോദരിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പുതുപ്പള്ളിയിൽ നിന്നും മാറിക്കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ചാണ്ടി ഉമ്മന്റെ ലൈൻ. ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു പേർ ഒരേ സമയം ജനവിധി തേടുക എന്നത് ശരിയല്ല എന്നും അത് ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ കടുത്ത അതൃപ്തി നിലവിൽ ഡൽഹിയിലുള്ള പ്രതിപക്ഷ നേതാവായ VD സതീശനെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ ചാണ്ടി ഉമ്മൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമായ വിവരം. ഇതാദ്യമായിട്ടല്ല ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഒരു മാസം മുൻപ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച സമയത്ത് തന്നെ മറിയയുടെ പേര് ഉയർന്നു വന്നപ്പോഴും സമാന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. നേതൃത്വം വീണ്ടും ചെങ്ങന്നൂരിൽ മറിയെ സജീവമായിട്ട് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം സിറ്റിംഗ് സീറ്റ് പോലും വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയത്. ഇതിനു പിന്നിൽ മറിയയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിപ്പിക്കലാണ് എന്ന സൂചനകളുമുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുമുള്ള രണ്ടു പേർ ഒരേ സമയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് ചാണ്ടിയുമ്മൻ ഈ തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം. ചാണ്ടിയുമ്മന്റെ ഈ അപ്രതീക്ഷിതവും കർക്കശമായ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം കുടുംബവാഴ്ച വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയം UDF-നുള്ളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. ചാണ്ടിയുമ്മന്റെ ഈ അപ്രതീക്ഷിത നീക്കം കോൺഗ്രസിൽ വലിയ ഊർജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ആദർശമുയർത്താറുള്ള ഗോവിന്ദൻ മാസ്റ്ററിന്റെ കുടുംബവാഴ്ച ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം. 3 തവണ MLA ആയതിനു ശേഷം 4ാം തവണ ആ കസേരയിൽ ഭാര്യ ഇരുത്തുന്നത് ശരിയല്ല. ഇനിയും മത്സരിക്കുന്നില്ല എങ്കിൽ മറ്റ് യുവനിരകൾക്ക് ചാൻസ് കൊടുക്കാതെയുള്ള ഈ നീക്കത്തെ കുടുംബവാഴ്ച എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? കണ്ണൂരിലെ ആന്തൂർ സ്വദേശിയ പാറയിൽ സാജൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണക്കാരിയാണ് ഈ ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. കല്യാണ മണ്ഡപവും കൺവെൻഷൻ സെന്ററും പണിഞ്ഞ ശേഷമുള്ള അന്തിമ അനുമതിക്കായിട്ട് സാജൻ മുനിസിപ്പൽ ഓഫീസിൽ കയറിയിറങ്ങി. അന്ന് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന PK ശ്യാമളയുടെ പെരുമാറ്റത്തിൽ മനംനൊന്തായിരുന്നു 2019 ജൂൺ 18-ന് പുതിയ തെരുവിലെ വീട്ടിൽ സാജൻ പാറയിൽ ജീവനൊടുക്കിയത്. 15 കോടിയുടെ പദ്ധതിക്ക് അനുമതി ലഭിക്കാത്തതിന്റെ മനോവിഷമം സാജനുണ്ടായിരുന്നു. ആന്തൂർ നഗരസഭയും അധ്യക്ഷ PK ശ്യാമളയുമാണ് കുടുംബം പ്രതിക്കൂട്ടിൽ നിർത്തിയത്. അവരെ മത്സരിപ്പിക്കുന്നതിലൂടെ ഒരു കുടുംബത്തോടുള്ള ചതി കൂടിയാണ് ഗോവിന്ദനും പാർട്ടിയും ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കുടുംബവാഴ്ചയെ കളിയാക്കിയവരിപ്പോൾ കുടുംബത്തിലുള്ള ആളുകളെ തിരികെ കയറ്റുകയും കോൺഗ്രസ് മാറ്റങ്ങളുടെ പാതയിലേക്കും കടന്നിരിക്കുകയാണ്. ഇവിടത്തെ ഹീറോ എന്തൊക്കെ പറഞ്ഞാലും ചാണ്ടി ഉമ്മൻ തന്നെയാണ്.